അങ്ങനെ 2025 അവസാനിക്കുകയാണിന്ന്. ഈ വർഷം കുറച്ചു പേർക്കൊക്കെ നല്ലതായിരിക്കാം. പക്ഷെ അധികം ആളുകളും പറയാറുണ്ട് വളരെ നല്ലൊരു വർഷമായിരുന്നില്ല, അത്ര ബെസ്റ്റ് ഓഫ് ദ ഇയർ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത്. അല്ലായിരിക്കാം, ഒരു പക്ഷേ നല്ലൊരു വർഷം ആയില്ലായിരിക്കാം. എങ്കിലും ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ വർഷത്തുനിന്ന്. എന്താണ് വാട്ട് ഡിഡിൻ വർക്ക്, എന്താണ് വർക്ക് ആവാത്തത് എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. വളരെ ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചു. സർവോപരി നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാഠം. ഈ പാഠങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ 2026 എന്ന പുതുവർഷത്തിലേക്ക് പോകുന്നത്. ആൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വർഷം നമ്മുടെ ഏറ്റവും നല്ല ഒരു വർഷമായി തന്നെ മാറുമെന്നുള്ളത്. ഇറ്റ് വിൽ ബി അവർ ബെസ്റ്റ് ഇയർ. ഹോപ്പ്, പ്രതീക്ഷ, അതല്ലേ എല്ലാം.